ഡിയേഴ്സ് ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ് എന്ന ലെസന്റെ ആക്ടിവിറ്റീസ് 2 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ പാർട്ട് 2 ആണ്. പാർട്ട് 1ന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആക്ടിവിറ്റി 4. The fireman helped. ഫയർമാൻ സഹായിച്ചു. ഡിൽനാസ് മദർ, ഡിൽനയുടെ അമ്മയെ വേക്കപ്പ്, എഴുന്നേൽക്കാൻ. ഡിൽനയുടെ അമ്മയെ എഴുന്നേൽക്കാൻ ഫയർമാൻ സഹായിച്ചു. ഡിൽന വിഷ്ഡ്, ഡിൽന ആഗ്രഹിച്ചു. ടു താങ്ക്, നന്ദി പറയാൻ. ദം, അവരോട്. ഷീ, അവൾ. മെയ്ഡ് എ കോൾ, ഫോൺ വിളിച്ചു. ടു ദി ഫയർ സ്റ്റേഷൻ, ഫയർ സ്റ്റേഷനിലേക്ക് ഫോൺ വിളിച്ചു. എനാക്ട്, അവതരിപ്പിക്കുക. ദ കോൺവെർസേഷൻ, സംഭാഷണം. ബിറ്റ്വീൻ ഡിൽന ആൻഡ് ദ ലേഡി ഓഫീസർ, ഡിൽനയും ലേഡി ഓഫീസറുമായുള്ള സംഭാഷണം അവതരിപ്പിക്കുക. എവിടെ? ഇൻ ദ ക്ലാസ്, ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ദെൻ, പിന്നീട് റൈറ്റ്, എഴുതുക. ദ കോൺവെർസേഷൻ, സംഭാഷണം എഴുതുക. ബിറ്റ്വീൻ ഡിൽന ആൻഡ് ദി ഓഫീസർ, ഡിൽനയും ഓഫീസറും തമ്മിലുള്ള സംഭാഷണം എഴുതുക. നമുക്കിവിടെ സംഭാഷണം എഴുതാം. നോക്കൂ, ആദ്യം ആരാണ് പറഞ്ഞത്? ഡിൽന. ഹലോ മാഡം, ഐ ആം ഡിൽന, ഞാൻ ഡിൽനയാണ്. കോളിംഗ് ഫ്രം ചെറുവപ്പാടി, ചെറുവപ്പാടിയിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ലേഡി ഓഫീസർ എന്താ പറഞ്ഞത്? ഹോ, ഐ റിമെമ്പർ യു, ഞാൻ നിന്നെ ഓർക്കുന്നു. ഹൗ ആർ യു ഡിൽന, നിനക്ക് സുഖമാണോ? അപ്പോൾ ഡിൽന എന്താണ് പറയുന്നത്? ഐ ആം ഫൈൻ, എനിക്ക് സുഖമാണ്. താങ്ക്സ് ഫോർ ഹെൽപ്പിംഗ് മൈ മദർ ദാറ്റ് ഡേ, താങ്ക്സ്, നന്ദി. ഫോർ ഹെൽപ്പിംഗ്, സഹായിച്ചതിന്. മൈ മദർ, എന്റെ അമ്മയെ. ദാറ്റ് ഡേ, ആ ദിവസം എന്റെ അമ്മയെ സഹായിച്ചതിന് നന്ദി. അപ്പോൾ ഓഫീസർ എന്താണ് ചോദിക്കുന്നത്? വൈ ആർ യു കോളിംഗ് നൗ, നീ എന്തിനാണ് ഇപ്പൊ വിളിച്ചത്? ഈസ് ദർ എനി ഇഷ്യൂ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ ഡിൽന പറയുന്നത് എന്താണ്? നോ മാം, ഒന്നുമില്ല. ഐ ജസ്റ്റ്, ഇവിടെ ജസ്റ്റിന്റെ സ്പെല്ലിങ് ജെ കൂടി ചേർക്കണം, JUST. ഐ ജസ്റ്റ് കോൾഡ്, ഞാൻ വിളിച്ചത്. ടു താങ്ക്, നന്ദി പറയാൻ. യുവർ ടീം, നിങ്ങളുടെ ടീമിനോട് നന്ദി പറയാനാണ് ഞാൻ ഇപ്പോൾ വിളിച്ചത്. സോ ഓഫീസർ എന്താണ് പറയുന്നത്? വി ആർ ഹാപ്പി ടു ഹെൽപ്പ് യു, നിന്നെ സഹായിച്ചതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്, നീ ചെയ്തത് എ ഗ്രേറ്റ് ജോബ്, വലിയ കാര്യമാണ്. അപ്പോൾ ഡിൽന എന്ത് പറയുന്നു? താങ്ക് യു മാം, നന്ദി പറയുന്നു. ഐ സേവ്ഡ്, ഞാൻ രക്ഷിച്ചു. മൈ മദർ, എന്റെ അമ്മയെ. വിത്ത് യുവർ ഹെൽപ്പ്, നിങ്ങളുടെ സഹായത്തോടെയാണ് ഞാൻ എന്റെ അമ്മയെ രക്ഷിച്ചത്. അപ്പോൾ താങ്ക് യു മാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസർ അതിന് മറുപടിയായിട്ട് എന്താണ് പറയാ? യു ആർ വെൽക്കം, സ്വാഗതം ചെയ്യുന്നു. ഇല്ലെങ്കിൽ വെൽക്കം എന്നെഴുതിയാലും മതി. കോൾ, വിളിക്കുക. 101 ഇൻ എമർജൻസീസ്, എമർജൻസീസ് ഉള്ളപ്പോൾ 101ലേക്ക് വിളിക്കൂ. ലുക്ക് ഹിയർ, ആക്ടിവിറ്റി 5. ഹിയർ ആർ സം പിക്ചേഴ്സ്, ഇവിടെ നമുക്ക് കുറച്ച് ചിത്രങ്ങളുണ്ട്. വിച്ച് ഷോ, അവ കാണിക്കുന്നു. സം എമർജൻസി സിറ്റുവേഷൻസ്, അവ ചില എമർജൻസി സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട്. ഐഡന്റിഫൈ ദി സിറ്റുവേഷൻസ്, നമ്മൾ ഈ സിറ്റുവേഷൻസ് തിരിച്ചറിയുക. ഈ സിറ്റുവേഷൻസ് എന്താണ്? എ ബ്ലാസ്റ്റ് ആണ്. എന്താണ് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? സ്ഫോടനം. അടുത്ത ഇതിൽ എന്താണ്? സെക്കൻഡ് വൺ, എ റോഡ് ആക്സിഡന്റ്. ഇവിടെ കാണാം ഒരു കാറും ബൈക്കും ആക്സിഡന്റ് ആയിരിക്കുന്നു. നോക്കൂ, പിന്നീട് ഇവിടെ എന്താണ് കാണുന്നത്? ഇവിടെ ഗ്യാസ് ഉണ്ട്. അപ്പോൾ ഗ്യാസ് സിലിണ്ടർ എക്സ്പ്ലോഷൻ, ഗ്യാസ് സിലിണ്ടർ എക്സ്പ്ലോഷൻ, സ്ഫോടനം. ഇവിടെ എന്താണ്? ഡ്രൗണിങ്, മുങ്ങിമരിക്കൽ. ഇതെല്ലാം എമർജൻസി സിറ്റുവേഷൻസിനെ കാണിക്കുന്ന പിക്ചേഴ്സ് ആണ്. നോക്കൂ, വാട്ട് ആർ സം അതർ എമർജൻസി സിറ്റുവേഷൻസ്, എന്തൊക്കെയാണ് മറ്റു ചില എമർജൻസി സിറ്റുവേഷൻസ്, അത്യാഹിത ഘട്ടങ്ങൾ. വി മൈറ്റ് എക്സ്പീരിയൻസ്, നമുക്ക് അനുഭവപ്പെട്ടേക്കാവുന്ന. ഇൻ ലൈഫ്, ജീവിതത്തിൽ നമുക്ക് അനുഭവപ്പെട്ടേക്കാവുന്ന മറ്റ് എമർജൻസി സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്? റൈറ്റ് ദം ബിലോ, അവ നമ്മൾ താഴെ എഴുതുക. കുറച്ച് ഞാൻ കൂട്ടുകാർക്ക് വേണ്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആക്ടിവിറ്റി 6. റീഡ്, വായിക്കുക. ദ ഫോളോയിങ് സെന്റൻസസ്, താഴെ തന്ന വാക്യങ്ങൾ വായിക്കുക. കെയർഫുള്ളി, ശ്രദ്ധയോടെ വായിക്കുക. നോക്കൂ,
Dilna and her brother were playing in the backyard. She ran to the door and opened it. Look, നോക്കൂ, at the words, വാക്കുകൾ, underlined, അടിവരയിട്ട വാക്കുകൾ നോക്കൂ. They are, അവയാകുന്നു നെയിമിംഗ് വേർഡ്സ്, പേരിനെ കുറിക്കുന്ന പദങ്ങളാണ്. നോക്കൂ, നമുക്ക് പരിശോധിക്കാം. ഡിൽന ഒരു വ്യക്തിയുടെ പേരാണ്, പേരിനെ കുറിക്കുന്ന പദമാണ്. ബാക്ക്യാർഡ് പിന്നിലെ മുറ്റം, പേരാണ് ബാക്ക്യാർഡ്. ഡോർ വാതിൽ, പേരാണല്ലോ കൂട്ടുകാരെ. നോക്കാം, നെയിമിംഗ് വേർഡ്സ് ആർ നെയിംസ് ഓഫ് പീപ്പിൾ. നെയിമിംഗ് വേർഡ്സ് എന്നാൽ ഇംഗ്ലീഷിൽ നമ്മൾ നൗൺ എന്നാണ് പറയുക, നാമം. നെയിമിംഗ് വേർഡ്സ് നാമം. നെയിമിംഗ് വേർഡ്സ് ആർ നെയിംസ് ഓഫ് പീപ്പിൾ, ജനങ്ങളുടെ പേര്. പ്ലേസസ് സ്ഥലങ്ങളുടെ പേര്. അനിമൽസ് മൃഗങ്ങളുടെ പേര്. തിങ്സ് വസ്തുക്കളുടെ പേര്. അതായത് ഈ ഭൂമിയിൽ പേരില്ലാത്ത യാതൊരു വസ്തുവുമില്ല. പേരിനെ കുറിക്കുന്ന പദങ്ങൾ എല്ലാം നെയിമിംഗ് വേർഡ്സിൽ അഥവാ നൗണിൽ ഉൾപ്പെടുന്നതാണ്. നൗൺ എന്നാൽ മലയാളത്തിൽ എന്താണ് അർത്ഥം? നാമം. നാമം ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ എന്താണ്? പേര്. പേരാകുന്ന ശബ്ദങ്ങളെല്ലാം എന്താണ്? നാമമാണ്. നോക്കൂ, നെയിം ഓഫ് പീപ്പിൾ, പീപ്പിൾ ജനങ്ങളുടെ പേര്. അതായത് ജോൺ എന്നും ഐസക് എന്നും രാമു എന്നും മിനി എന്നും ഒക്കെ എന്താണ്? ജനങ്ങളുടെ പേരാണ്. പ്ലേസസ് സ്ഥലങ്ങളുടെ പേര്. മുംബൈ, ചെന്നൈ, കോഴിക്കോട്, കൊല്ലം, ഇതെല്ലാം എന്താണ്? സ്ഥലങ്ങളുടെ പേരാണ്. റെയിൽവേ സ്റ്റേഷൻ, പാർക്ക്, ഇതെല്ലാം സ്ഥലങ്ങളുടെ പേരാണ്. പിന്നീട് അനിമൽസ്, കാറ്റ്, എലിഫന്റ്, ലയൺ, റാബിറ്റ്, ഇതെല്ലാം മൃഗങ്ങളുടെ പേരാണ്. തിങ്സ് വസ്തുക്കളുടെ, കാർ, പെൻ, ഫാൻ, ഡസ്റ്റർ, ബ്ലാക്ക് ബോർഡ്, ഇതെല്ലാം തിങ്സിന്റെ പേരാണ്. അപ്പോൾ പേരിനെ കുറിക്കുന്ന പദങ്ങളെയാണ് നമ്മൾ നെയിമിംഗ് വേർഡ്സ് അഥവാ നൗൺ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. നമുക്ക് ഗ്രാമർ ക്ലാസ്സിൽ വ്യക്തമായും നൗണിനെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. നോക്കൂ, ഫൈൻഡ് ഔട്ട് കണ്ടെത്തുക. മോർ കൂടുതൽ, നെയിമിംഗ് വേർഡ്സ് കൂടുതൽ പേരിനെ കുറിക്കുന്ന പദങ്ങൾ കണ്ടെത്തുക. ഫ്രം ദ സ്റ്റോറി കഥയിൽ നിന്നും. ഏത് കഥയിൽ നിന്നും? നമ്മൾ തൊട്ടു മുമ്പേ പഠിച്ച കഥയിൽ നിന്നും. ആൻഡ് റൈറ്റ് എഴുതുക ദം ഹിയർ, അവ ഇവിടെ എഴുതുക. അതായത് ജനങ്ങളുടെ പേര്, സ്ഥലങ്ങളുടെ പേര്, മൃഗങ്ങളുടെ പേര്, വസ്തുക്കളുടെ പേര് കൂട്ടുകാർ കണ്ടെത്തി ഇവിടെ എഴുതുമല്ലോ. ആക്ടിവിറ്റി 7. ലുക്ക് അറ്റ് ദി ഫോളോയിങ് പിക്ചേഴ്സ്. താഴെ തന്ന ചിത്രങ്ങൾ നോക്കൂ. ആൻഡ് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ ആക്ഷൻ വേർഡ്സ്. ഫിൽ പൂരിപ്പിക്കുക. ഇൻ ദി ബ്ലാങ്ക്സ് വിട്ട ഭാഗം വിത്ത് സ്യൂട്ടബിൾ ആക്ഷൻ വേർഡ്സ്. എന്താണ് ആക്ഷൻ വേർഡ്സ് എന്നാൽ? പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദങ്ങൾ. പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദങ്ങൾ കൊണ്ട് താഴെ തന്നിട്ടുള്ള ബ്ലാങ്ക്സുകൾ പൂരിപ്പിക്കുക. നോക്കൂ, ഡിൽന ഈസ്, ഡിൽന എന്താണ് ചെയ്യുന്നത്? സ്കിപ്പിംഗ്. സ്കിപ്പിംഗ് എന്താണ്? പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദമാണ്. അപ്പൊ നമ്മൾ ഡിൽന ഈസ് സ്കിപ്പിംഗ്. പിന്നീട് നോക്കൂ, ഐസക് എന്താണ് ചെയ്യുന്നത്? മരത്തിൽ കയറുകയാണ്. മരത്തിൽ കയറുക എന്നതിൽ നമ്മൾ എന്താണ് ഇംഗ്ലീഷിൽ പറയുക? ക്ലൈംബിംഗ് എന്നാണ് പറയുക. അപ്പോ ഐസക് ഈസ് ക്ലൈംബിംഗ് ദ ട്രീ. ക്ലൈംബിംഗ് പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദമല്ലേ? ഡിൽന ഇവിടുന്ന് എന്താണ് ചെയ്യുന്നത്? റീഡിംഗ്, വായിക്കുകയാണ്. ഡിൽന ഈസ് റീഡിംഗ് ദ ബുക്ക്. നോക്കൂ, ദേ ആർ അവരെന്താ ചെയ്യുന്നത്? ഓടുകയാണ്. ദേ ആർ റണ്ണിംഗ് ഫാസ്റ്റ്, അവർ വേഗത്തിൽ ഓടുന്നു. നോക്കൂ, ദേ ആർ അവരെന്താണ് ചെയ്യുന്നത്? TV കാണുകയാണ് അല്ലേ? അതിന് നമ്മൾ എന്താ പറയാ? വാച്ചിങ്. WATCHING, വാച്ചിങ്. ദേ ആർ വാച്ചിങ് ദ TV. ഇവരെന്താണ് ചെയ്യുന്നത്? ഇവിടുന്ന് കളിക്കുകയാണ്. ദേ ആർ പ്ലേയിങ് വിത്ത് ഫ്രണ്ട്സ്.
ഇവിടെയൊക്കെ നമ്മൾ വെർബിന്റെ ING രൂപമാണ് ഉപയോഗിച്ചത്. എന്തുകൊണ്ടാണ്? ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് സൂചിപ്പിക്കാനാണ് നമ്മൾ വെർബിന്റെ ING രൂപം ഉപയോഗിക്കുന്നത്. നോക്കൂ, ആക്ടിവിറ്റി 8. The following events from the story Little Hands Big Courage are jumbled. ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ് എന്ന കഥയിലെ സംഭവങ്ങൾ ക്രമം തെറ്റിയാണ് തന്നിട്ടുള്ളത്. ജംബിൾഡ് എന്നാൽ അർത്ഥം എന്താണ്? ക്രമം തെറ്റി. ഇത് നോക്കൂ, അറേഞ്ച് ദ ഇവന്റ്സ് ഇൻ ദി കറക്റ്റ് ഓർഡർ. ആ സംഭവങ്ങൾ ശരിയായ ക്രമത്തിൽ എഴുതുക. നോക്കൂ, ഡിൽന റഷ്ഡ്, ഡിൽന ഓടി, ടു ഹെർ മദർ, അവളുടെ അമ്മയുടെ അടുത്തേക്ക്, ആൻഡ് ഷുക്ക്, കുലുക്കി, ഹെർ ജെന്റിലി, അവളെ സാവധാനത്തിൽ കുലുക്കി. ടു ഫയർമെൻ, 2 ഫയർമാൻമാർ, റഷ്ഡ്, ഓടി, ഇൻ ടു ദി ഹൗസ്, വീട്ടിനുള്ളിലേക്ക് ഓടിക്കയറി. ഷീ, അവൾ, റേൻ ടു ദി ഫോൺ, റേൻ ഓടി, എവിടത്തേക്ക് ഓടിയത്? ടു ദി ഫോൺ, ഫോണിനടുത്തേക്ക് ഓടി, ആൻഡ് ഡയൽഡ്, ഫോൺ വിളിച്ചു, 101, 101ലേക്ക് ഫോൺ വിളിച്ചു. ദ മദർ സ്മൈൽഡ്, അമ്മ പുഞ്ചിരിച്ചു, അറ്റ് ദി ഫയർമാൻ, ഫയർമാൻമാരെ നോക്കി, ആൻഡ് താങ്ക്ഡ്, നന്ദി പറഞ്ഞു, ദം, അവരോട്. ഡിൽന ആൻഡ് ഹെർ ലിറ്റിൽ ബ്രദർ, ഡിൽനയും അവളുടെ ഇളയ സഹോദരനും വേർ പ്ലേയിങ്, കളിക്കുകയായിരുന്നു, ഇൻ ദ ബാക്ക് യാർഡ്, വീടിന്റെ പിറകിലെ മുറ്റത്ത് നിന്ന്. ദേ സ്പോട്ടഡ്, അവർ കണ്ടു, എ പ്ലേറ്റ് ഓഫ് കുക്കീസ്, ഒരു പ്ലേറ്റ് കുക്കീസ്, ഓൺ ദ ടേബിൾ, ടേബിളിൽ കണ്ടു. ഡിൽന വാസ് ഇൻവൈറ്റഡ്, ഡിൽനയെ ക്ഷണിച്ചു, ടു ദി ഫയർ സ്റ്റേഷൻ, ഫയർ സ്റ്റേഷനിലേക്ക്, ടു റിസീവ് എൻ അവാർഡ്, ഒരു അവാർഡ് സ്വീകരിക്കാൻ. ക്രമത്തിലല്ല നമുക്ക് തന്നിട്ടുള്ളത്. ഇവ നമ്മൾ ക്രമത്തിലാക്കി മാറ്റണം. നോക്കൂ, ആദ്യം നടന്ന സംഭവം എന്താണ്? ഡിൽന ആൻഡ് ഹെർ ലിറ്റിൽ ബ്രദർ വെർ പ്ലേയിങ് ഇൻ ദ ബാക്ക് യാർഡ്. നമ്പർ 1 ഇതാണ്. അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് കൂട്ടുകാരെ നടന്നത്? അവര് കളിയെല്ലാം കഴിഞ്ഞ് കിച്ചണിലേക്ക് വന്നപ്പോൾ അവരെന്ത് കണ്ടു? ദേ സ്പോട്ടഡ്, അവർ കണ്ടു, എ പ്ലേറ്റ് ഓഫ് കുക്കീസ് ഓൺ ദ ടേബിൾ. അപ്പൊ രണ്ടാമത്തെ സംഭവം ഇതാണ്. പിന്നീട് എന്താണ് നടന്നത്? പിന്നീട് ഡിൽന റഷ്ഡ് ടു ഹെർ മദർ ആൻഡ് ഷുക്ക് ഹെർ ജെന്റിലി. അപ്പൊ മൂന്നാമത് നടന്ന കാര്യം ഇതാണ്. അങ്ങനെ ഡിൽന എന്ത് ചെയ്തു? പെട്ടെന്ന് അവൾ ഫോണിനടുത്തേക്ക് ഓടി 101ലേക്ക് ഡയൽ ചെയ്തു. അപ്പൊ നാലാമത് നടന്നത് ഇതാണ്. അപ്പൊ ഡയൽ ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത്? 2 ഫയർമാൻ റഷ്ഡ് ഇൻ ടു ദി ഹൗസ്, 2 ഫയർമാൻ വീട്ടിലേക്ക് വന്നു. 5. പിന്നീട് 6 എന്താണ് സംഭവിച്ചത്? ഫയർമാൻമാർ ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുത്തപ്പോൾ മദർ എഴുന്നേറ്റു. ദ മദർ സ്മൈൽഡ് അറ്റ് ദി ഫയർമാൻ. 7ാമത് ഡിൽന വാസ് ഇൻവൈറ്റഡ് ടു ദി ഫയർ സ്റ്റേഷൻ. ഇവ കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എഴുതണം. നമുക്ക് കൂട്ടുകാർക്ക് വേണ്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ.